അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്വലാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്ത്. ഇത് ചർച്ച ചെയ്യാനുള്ള പ്രത്യേക കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതൊരു വ്യക്തിയേക്കാളും വസ്തുക്കളേക്കാളും മറ്റെന്തിനേക്കാളും എന്നെ പൂർണ്ണമായി സ്നേഹിക്കാതെ ഒരാളുടെ ഈമാൻ പരിപൂർണമാവുകയില്ല എന്ന്. അപ്പോൾ നമുക്ക് ഈമാൻ പരിപൂർണമാകൽ നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ അവസാനം ആഖിബത്ത് നന്നായി മരിച്ച് സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. അതിന് ഏറ്റവും നിർബന്ധമായ ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. കാരണം മറ്റുള്ള അമലുകൾ, നമ്മുടെ നിസ്കാരമായാലും എത്രയോ പണം മുടക്കി ചെയ്യുന്ന ഹജ്ജായാലും നോമ്പാണെങ്കിലും എല്ലാം തന്നെ എന്തെങ്കിലും ഒരു ന്യൂനത വന്നു കഴിഞ്ഞാൽ അതിന് പ്രയാസമുണ്ടാകും. അതുപോലെ നമ്മൾ ഗീബത്ത്, നമീമത്ത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ നിസ്കാരവും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത ഹജ്ജും എല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഇതിൻ്റെ അർത്ഥം ഇതൊന്നും ചെയ്യണ്ട എന്നല്ല, ഇതൊക്കെ ചെയ്യുന്ന രീതി നല്ല ഇഖ്ലാസോടുകൂടെ കറക്റ്റ് ഒരു പ്രയാസവുമില്ലാതെ ചെയ്യുകയും അതിനെ നഷ്ടപ്പെടാതെ ഗീബത്തും നമീമത്തും പറയാതെ സംരക്ഷിക്കുകയും ചെയ്യണം. എങ്കിലും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് സ്വലാത്തുൻ നബി, മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം അല്ലാഹു തആല ഒരു കിഴി രൂപത്തിൽ എടുത്തു വെക്കും. അത് ഒരു ഗീബത്ത് പറഞ്ഞു കഴിഞ്ഞാലും നമീമത്ത് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ള ഒരാൾക്ക് ഇതിൻ്റെ പ്രതിഫലം എടുത്ത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതുകൊണ്ട് നമ്മുടെ 10 പാപങ്ങൾ പൊറുക്കപ്പെടും. നബിതങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ 10 പാപങ്ങൾ പൊറുക്കപ്പെടും. അതുപോലെ നമ്മുടെ 10 ദറജ ഉയർത്തും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാകും. അതിലുപരി നമ്മുടെ ഈമാൻ പവർഫുള്ളായിട്ടുള്ള ഈമാനായി മാറും. മുത്തുനബിയുടെ ഒരു കാവൽ, മുത്തുനബിയുടെ ഒരു ദിശ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. എല്ലാ കാര്യത്തിനും വളരെ നല്ല ഒരു കാര്യമാണ് മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്ത് എന്നുള്ളത്. അതുകൊണ്ട് ആ സ്വലാത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുക. ഇനി അഥവാ കുറച്ച് ഇഖ്ലാസ് കുറഞ്ഞു പോയാലും അതിൻ്റെ കൂലി നഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് സ്വലാത്തിൻ്റെ മഹത്വം എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു 10 സ്വലാത്തെങ്കിലും എല്ലാ ദിവസവും ചൊല്ലുകയും അത് വർദ്ധിപ്പിച്ച് മുത്തുനബിയെ സ്വപ്നത്തിൽ കാണുന്ന രീതിയിലേക്ക് നമുക്ക് വളരാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടുത്തെ പൊരുത്തം ലഭിച്ച മുഅ്മിനീങ്ങളിലും മുഅ്മിനാത്തുകളിലും അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ജസാക്കല്ലാഹ്.